എല്ലാം അവസാനിപ്പിച്ചിട്ട് ഇറങ്ങുക. ഇതാ നിങ്ങൾ കിട്ടിയ താലി. എന്താ അമ്മു ഇത്? നമുക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിച്ച്. നിങ്ങൾ കച്ചവടക്കാരന്റെ ബുദ്ധി കാണിക്കുകയാണെന്ന് അറിയാതെ സ്നേഹിച്ചു പോയതാ. ഞാൻ നിങ്ങളെ മാത്രമേ കണ്ടുള്ളൂ. നിങ്ങളുടെ പണവും പത്രാസും ഒന്നും കണ്ടില്ല. നിങ്ങളുടെ മുന്നിൽ വില കുറഞ്ഞവളാണെന്ന് ഓർത്തില്ല. അമ്മു പെട്ടെന്ന് എടുത്തിയാടി ഒരു തീ. എല്ലാം ആലോചിച്ചിട്ട് തന്നെയാ പോകുന്നത്. എന്നെ കെട്ടിയത് നഷ്ടക്കച്ചവടായതിന്റെ പേരിലല്ലേ എന്റെ അച്ഛൻ അപമാനിച്ചത്? അതിന് എന്തെങ്കിലും നിങ്ങൾ കണക്ക് പറയേണ്ടി വരും. എടോ വെന്നീസിലെ വ്യാപാരി, താൻ ഉറങ്ങിയോ? ഇവിടെ എന്താ ഇരുട്ടിന്റെ ആത്മാവെന്ന സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുവാന്നോ? ഓ, കറണ്ട് ബില്ല് ലാഭിക്കാൻ വേണ്ടി ഇരുട്ടത്തിരിക്കല്ലേ? എന്റെ കാലേ ഒന്ന് നിക്ക് സാറോ, അവിടെ നിക്ക്. നീ എന്താ എന്നെ വിളിച്ചത്? എന്താ മനുഷ്യനിവിടെ തീ നിന്നോണ്ടിരിക്കുമ്പോ തോന്നിയ സമ്മർദ്ദമുണ്ടല്ലോ. താൻ ആരാ പേടിപ്പിക്കുന്നേ? തന്റെ എല്ലാ കൊള്ളരുതായ്മയ്ക്കും കൂട്ടുനിന്ന് ഒരുത്തനാ ഞാൻ. പക്ഷെ തന്റെ കച്ചവട ഭ്രാന്ത് മൂത്ത് ഇന്ന് ഒന്നും അറിയാത്തൊരു പെങ്കൊച്ചിന്റെ ജീവിതമാ താൻ ഇല്ലാതാക്കിയത്. കാശിനേക്കാൾ വലുത് മറ്റു പലതുമാണെന്ന് താൻ തിരിച്ചറിയുന്ന ഒരു ദിവസം വരും. അന്ന് തന്നെ തിരക്കി ഞാൻ വരും. മോഷ്ടിക്കാനൊന്നുമല്ല, തനിക്ക് മനസ്സമാധാനം ഉറക്കമില്ലാത്തത് കൊണ്ട് എന്തായാലും അത് നടക്കില്ല. തനിക്ക് ഈ ജീവിതത്തിൽ നഷ്ടപ്പെട്ടത് എന്തൊക്കെയാണെന്ന് എണ്ണി എണ്ണി പറഞ്ഞു തരാൻ. അയ്യോ, ചന്ദ്ര, ഞണ്ട് കയറി മതി. അയ്യോ സാറേ, എന്നെ ഒന്നും ചെയ്യരുത്, ഞാൻ നീന്തി രക്ഷപ്പെട്ടോളാം. നിന്നെ തല്ലാനോ കൊല്ലാനോ ആയിരുന്നെങ്കിൽ അതാ വീട്ടിൽ വെച്ചാ കാര്യന്നല്ലേ. കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. അവൾ ഇറങ്ങിപ്പോയി കഴിഞ്ഞപ്പോഴാ മനസ്സിൽ പലതും തള്ളിക്കയറി വരുന്നത്. എടാ, ഞാൻ കാശിന്റെ പുറകെ നടക്കുന്നവനാണെങ്കിൽ ലക്ഷ്മിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോ അന്നേ അവളെ സ്വന്തമാക്കിയ പോരായിരുന്നു. ഇത് എനിക്ക് കച്ചവടത്തിന്റെ ലഹരി തലയൊക്കെ കണ്ണുകൊണ്ടുണ്ടായതാ. അമ്മൂന് എനിക്ക് വേണം. ഇനി അവളുടെ മനസ്സ് വേദനിപ്പിക്കരുത്. നമുക്കിപ്പോ തന്നെ പോയി അവളെ വിളിച്ചിട്ട് വരാം. അജയന്റെ കൊലക്കേസ് അന്വേഷിക്കാനല്ലേ ഞാൻ ആദ്യമായിട്ട് ഈ കരയിൽ വരുന്നത്. അതൊക്കെ അവളെ പറഞ്ഞ് മനസ്സിലാക്കണം. നീ വാ. സാർ, അറിയാതെ ഞാൻ എന്തെങ്കിലും. അതൊന്നുമില്ല, നീ ബാഗിന് തീ പിടിച്ചു. അയ്യോ, ആരോ തീ വെച്ചതാ. ഇരുട്ടത്തിലൂടെ ഓടി രക്ഷപ്പെട്ടതുകൊണ്ട് ആള് കണ്ടില്ല. സാറ് വേണ്ട, ഇതിനകത്ത് നിന്നെ എന്തെടുക്കാനാ? മൊത്തം കത്തിപ്പടർന്ന് നിൽക്കുന്നുണ്ടല്ലോ. എന്നെ വിട്. വേണ്ട, എന്നെ വിട്. അയ്യോ, എന്റെ 50,000 രൂപ മുതലാളി പറഞ്ഞിട്ടാ ഞാൻ ഇതിനകത്ത് ഡെപ്പോസിറ്റ് ചെയ്തത്. എന്റെ ദൈവമേ, എന്റെ കാശ് പോയല്ലോ. നിങ്ങളിങ്ങനെ ബഹളം വെച്ചാലേ നിങ്ങളുടെ കാശ് തിരിച്ചു തരുമെന്ന്. കാശിയും തരാന്ന് പറഞ്ഞില്ലേ? ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശാ മുതലാളി. നിങ്ങൾ ആരും വിഷമിക്കണ്ട. നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ ബാങ്ക് കൊണ്ടുണ്ടായ നഷ്ടം ഞാൻ തന്നു തീർത്തിരിക്കും. പറയുന്നത് കേക്ക്, ഞാൻ തരാമെന്ന് പറഞ്ഞില്ലേ? കാശെടുക്കാൻ പോയിട്ടുണ്ട്, ഇപ്പൊ വരും. വന്നാൽ ഉടനെ നിങ്ങളുടെ കടം തീർക്കും. ചുങ്കത്തറക്കാര് ബാങ്കിൽ ഇടപാടുകാരാന്ന് പറഞ്ഞ് ലോറിയിൽ അക്കരെ നാളെ ഇറക്കിക്കൊണ്ടിരിക്കുക. കാശിപ്പോ വരും, എല്ലാവർക്കും തരാം. ബാങ്കിന് ഇൻഷുറൻസ് ഇല്ലാത്തതുകൊണ്ട് ചുങ്കത്തറക്കാരാ ബാങ്ക് എത്തിച്ചെന്ന് ഞാൻ പറഞ്ഞില്ലേ? രജിസ്റ്റർ മുഴുവൻ കത്തിപ്പോയതുകൊണ്ട് ആരൊക്കെ എന്തൊക്കെ ഇടപാടാ നടത്തിയിരിക്കുന്നതിന് ഒരു തെളിവില്ല. വരുന്നവർക്ക് മുഴുവൻ കാശ് കൊടുക്കാൻ നിന്നാ എന്റെ വീടും ഫാക്ടറി അടക്കം എന്റെ സകല സമ്പാദ്യങ്ങളും വിൽക്കേണ്ടി വരും. എന്നെ ഒറ്റയടിക്ക് പുകച്ചു കളയാനാ അവന്മാരെ ബാങ്ക് എനിക്ക് വിറ്റത്. സ്വന്തം ബാങ്ക് കത്തിച്ചിട്ട് കരക്കാർ കാശ് വയ്ക്കാൻ വന്നപ്പോ മാറി നിന്ന് കഥ പറയുന്നോടാ. ബാങ്ക് കത്തിച്ചാരാന്ന് ഞാൻ കാണിച്ചു തരാടോ.
ഒന്ന് പിടിച്ച പിടിക്കേ കൊണ്ടുപോവാ വണ്ടി എടുക്കണ. നിങ്ങൾ ആരും പേടിക്കണ്ട. അവന്റെ സ്വത്തുക്കൾ മുഴുവൻ പോലീസിനെ കൊണ്ട് കണ്ടുകെട്ടിച്ച് നിങ്ങളെല്ലാരും കാശ് വാങ്ങിച്ചെന്ന കാര്യം ഞാൻ കേട്ടു. കാശേ ചക്രമാ ഇവിടെ കൊണ്ടുവന്നതും സമ്പാദിച്ചതും എല്ലാം കയ്യിന്ന് പോയില്ലേ? ചവിട്ട് നിൽക്കാൻ ഒരു തരി മണ്ണ് പോലും ഇല്ലാതാവുമല്ലോ പൗത്ര മുതലാളി. അജയന്റെ 3ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് ഇന്ന് ചന്തക്കടവ് അജയൻ സ്മാരക സ്തൂപത്തിന് സമീപം ചേരുന്ന പൊതുയോഗത്തിൽ പങ്കെടുത്ത് വൻപിച്ച് വിജയമാക്കണമെന്ന് എല്ലാ നാട്ടുകാരോടും അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ നാടിന്റെ അഭിമാന ഭാജനമായിരുന്ന സഖാവ് അജയന്റെ ചരമവാർഷികത്തോടനുബന്ധിച്ച് അജയൻ കൊലക്ക് CBIക്ക് കൈമാറണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഈ നാടിന്റെ നിവേദനം അജയന്റെ സഹോദരിയും പ്രമുഖ ഹാൻഡിക്രാഫ്റ്റ് എക്സ്പോർട്ടറുമായ ശ്രീമതി അമ്മുവിൽ നിന്നും നമ്മുടെ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ലോനപ്പൻ ഏറ്റുവാങ്ങുന്നതാണ്. നമസ്കാരം. ഇത് വല്ലതും നടക്കുവോ പ്രസിഡന്റ്? എന്ത് ചോദ്യ കൊച്ചുകൃഷ്ണ ഇത്? എന്റെ ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സ്വാധീനം വെച്ച് നിനക്ക് മൃഗശാലയിൽ ജിറാഫിന് തീറ്റ കൊടുക്കുന്ന പണി വരെ മേടിച്ചാൽ എനിക്ക് പറ്റും. പിന്നെയാണ് ഒരു CBI അന്വേഷണം. ഗോവിന്ദേട്ടന് തരാൻ ഒരു കൊല പഴം ഞാൻ ചാരത്തി പൂത്തി വെച്ചിരിക്കുക. നല്ലോണം പഴുത്തിട്ട് വീട്ടിലേക്ക് കൊടുത്തു വിട്ടേക്ക്. ഓ പവിത്രൻ എനിക്ക് അമ്മൂനോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. എനിക്കൊന്നും കേൾക്കണ്ട. നിന്നെ കാണാൻ വേണ്ടി മാത്രമേ ഞാൻ ഇവിടം വരെ വന്നത്. എനിക്ക് പറയാനുള്ളത് കേട്ടേ പറ്റൂ. നിനക്കെന്താ ഇത്രമാത്രം പറയാനുള്ളത്? പൂജപ്പുര സെൻട്രൽ ജയിലിൽ നിന്ന് ഗോതമ്പുണ്ട വിഴിഞ്ഞ വിശേഷങ്ങളോ? മുതലാളിയുടെ ഫാക്ടറിയും കിടപ്പാടവും സർക്കാർ കണ്ടുകെട്ടി കരക്കാർക്ക് വീതിച്ചു കൊടുത്തത് മുതലാളി അറിഞ്ഞില്ലായിരുന്നോ? പിന്നെ കൂടെ ഉണ്ടായിരുന്ന ചന്ദ്രൻപിള്ള കൊള്ളന് കഞ്ഞിവെച്ച കരിങ്കള്ളനാണെന്ന് കരക്കാർക്ക് ബോധ്യമായതോടെ അവനും നാട് വിട്ടു. മുതലാളിക്ക് ഇപ്പൊ ഈ കരയിൽ ആകെ ഉള്ളത് ഫാക്ടറിയിൽ നിന്ന് കയറ് കടത്തിയിരുന്ന ആർക്കും വേണ്ടാത്ത ഹോട്ട വള്ളം മാത്രമാണ്. എന്ന് വെച്ചു മുതലാളി ഒന്നുമില്ലാത്തവനെന്ന് ഞാൻ പറയില്ല. മുതലാളിക്ക് ഇപ്പൊ സ്വന്തമായി ദാരിദ്ര്യവും കഷ്ടപ്പാടും ജയിൽ പുള്ളിന്ന് ഒരു സൽപ്പേര് എല്ലാം ഉണ്ട്. ഒന്നും തിരിച്ചു പിടിക്കാനല്ല ഞാൻ വന്നത്. എനിക്ക് അമ്മൂനെ ഒന്ന് കാണണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ. എന്തിന്? ഓ, എന്റെ മോളിപ്പോ കാശുകാരിയാണല്ലോ. കാശിന് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്തവനാ നീ എന്ന് എനിക്കറിയാം. കാശിന് വേണ്ടിയല്ല, ഞാൻ പണ്ട് നീ ചന്തക്കടയിൽ വെച്ച് എന്നോട് പറഞ്ഞ ഓർമ്മയുണ്ടോ? അത് ഞാൻ അങ്ങോട്ട് പറയാ. എന്റെ മോളുടെയോ എന്റെ സ്ഥാപനങ്ങളുടെയോ 7 അയലത്ത് നിന്റെ നിഴൽ വെട്ടം കണ്ടാൽ ചോള കൊടുത്ത് കൊച്ചിന്ന് വല്ല ചുണയുള്ള ആൺകുട്ടികളെ ഇറക്കും. പിന്നെ നിന്റെ ശവം പോലും പുറത്തു കാണില്ല. അതുകൊണ്ട് മര്യാദക്ക് കരവിട്ട് പൊയ്ക്കോ, ഇല്ലെങ്കിൽ നാളത്തെ സൂര്യോദയം നീ കാണില്ല. ഇവിടെ വെയിറ്റ് ചെയ്യ്. I go and fast ആയിട്ട് come. Okay.